ഇവിടെ സ്വർണത്തിന്റെ ഒരു ഡ്രാഗൺ. നീ ഏത് ചൂസ് ചെയ്യും? എന്നിട്ടാ ഇത് കേട്ടില്ല ഇന്നോട്ടെ, നിങ്ങളെല്ലാവരും ഏത് ചൂസ് ചെയ്യും? ഈ പൊള്ളി കുറച്ചും കൂടി ബലം ഉണ്ടാക്കി പണിയേണ്ടി വരും. ചിന്തിച്ചു നോക്കേ, നമുക്ക് നമ്മുടെ ദൈവം അത്രേ ഉള്ളൂ. ശരിയല്ലേ? എൻ്റെ മോനിരുന്നോ? മുത്തിൻ്റെ പേരെന്നാ? ആഷ്മീൻ. സുന്ദരനാട്ടോ നീ. ചിന്തിച്ചു നോക്ക്, എൻ്റെ ദൈവം എനിക്ക് അത്രേ ഉള്ളൂ. എൻ്റെ പ്രശ്നങ്ങളുടെ നടുവില്, എൻ്റെ സങ്കടങ്ങളുടെ നടുവില്, എൻ്റെ വേദനകളുടെ നടുവിൽ ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ, ആ ദൈവത്തിന് വില കൊടുക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ദൈവം കഴിഞ്ഞിട്ട് എനിക്ക് എന്തും പാടുള്ളൂ ചിന്തിക്കാൻ എനിക്ക് പഠിച്ചിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മളെല്ലാവരും അങ്ങനെയാ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വരും, കാര്യം കഴിഞ്ഞാലാ. എൻ്റെ ദൈവം അത്രയും ശ്രേഷ്ഠനായ ദൈവ, അത്രയും മഹോന്നതനായ ദൈവ, സർവനന്മ സ്വരൂപനായ ദൈവ. ആ ദൈവത്തിന് വില കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട് ജീവിതത്തില്. എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ദൈവമുണ്ട് മോനെ, ദൈവം നിന്നെ സഹായിക്കുമെന്ന്? പലപ്പോഴും നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അതിൻ്റെ അപ്പനും അമ്മയും ഒന്ന് ചേർത്തിരുത്തി പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു, മോനെ വിഷമിക്കണ്ട, ദൈവം നോക്കിക്കോളും നിന്നെ. അച്ഛൻ്റെ വീഡിയോയിൽ എപ്പോഴും, അച്ഛൻ്റെ ഈ സ്റ്റാറ്റസ് വീഡിയോയിൽ പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഡയലോഗുണ്ട്, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിണ്ടാവും, ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. ഞാൻ എപ്പോഴും ആ വീഡിയോയുടെ അവസാനം പറഞ്ഞ് നിർത്തുന്നത് എങ്ങനെയാ? ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം ഉള്ളൂ നമ്മുടെ കൂടെ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടാവുമെന്ന്? നമ്മുടെ മക്കളുടെ കൂടെ വിദേശത്തേക്ക് പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൂടെ ദൈവം ഉണ്ടാവുള്ളൂ. പഠിക്കാൻ പറഞ്ഞയക്കുമ്പോൾ അവരുടെ കൂടെ ദൈവം ഉണ്ടാവുള്ളൂ. ആ ദൈവത്തെ കൊടുക്കും മക്കൾക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചെല്ലാത്ത ഒറ്റ ദിവസം ഉണ്ടാവരുത്. എല്ലാവരുടെയും വീട്ടിലുണ്ടോ പ്രാർത്ഥന? കൈവക്കാൻ പറഞ്ഞപ്പോ തീരോ? നല്ല കട്ടിയുള്ള പള്ളിയാ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഒരിക്കലും ഒരു കൺവെൻഷൻ എന്നപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കൽ, ഇപ്പോൾ എനിക്ക് എപ്പോഴും ഈ ചോദ്യം വരും. അതാണ് എൻ്റെ പ്രശ്നം. എല്ലാത്തിനും ചോദ്യം ചോദിക്കും ഞാൻ. എന്തിനാണെന്നറിയോ? എൻ്റെ ടേസ്റ്റ് അങ്ങനെയായിപ്പോയി. ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചു, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന വീടുകളൊക്കെ ഒന്ന് കൈവക്കേ. എല്ലാവരും വേണ്ട, നീ പൊക്കിയില്ലെങ്കിൽ ഇതിനെ ഓടിക്കും ഞാൻ. കൊച്ചിൻ്റെ പേരെന്നാ? എന്തുട്ടെന്ന്? ഐറിൻ ജുവലോ? അതച്ഛൻ്റെ ആണോ? അതും അച്ഛൻ്റെയാ? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ. ഇനിയുണ്ടോ? ഇത് കൊച്ചമ്മ. ഓക്കെ, ഞാൻ വെച്ചാൽ അച്ഛൻ ദേ അതും കൂടി ഇരിപ്പുണ്ടെന്ന് കാണാം. ഓക്കെ, സന്തോഷം അച്ഛാ. നല്ല പേര് കേട്ടോ. അത് കേട്ടോ, ഐവിൻ ജേക്കബ്. ഐറിൻ അച്ഛനൊക്കെ സമ്മതിക്കണം. ഓക്കെ, ഈ പേരിട്ടതിനെ സമ്മതിക്കണം കേട്ടോ. നല്ല പേരുകളാ കേട്ടോ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ ദൈവത്തോട് ചേർത്തിരുത്തി വളർത്തിയിട്ട് എത്ര നാളായി? ദൈവത്തെ കൊടുത്തിട്ട് എത്ര നാളായി? നമ്മുടെ മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം. ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകളൊക്കെ ഒന്ന് കൈവക്കേ. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈപ്പൊക്കി പിടിച്ചൊക്കെ മുന്നിലിരിക്കണ ഒരു കുരുട്ട് മാത്രം പൊക്കിയിട്ടില്ല. എനിക്കറിയാം അവൻ എന്തൊക്കെയാലും തന്നെ വരാൻ പോണില്ല. ഞാൻ അതിനോട് എഴുന്നേറ്റേക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുക, അപ്പം ഞാൻ കാണിച്ചു. അപ്പോൾ പുള്ളി എഴുന്നേറ്റ് നിന്നു. ഭയങ്കര പഠിപ്പച്ച പുള്ളി, ഇത്രയേ ഉള്ളൂ, കുരുട്ട കാട്ടിടക്ക പോലെ ഇരിക്കുന്ന ഒരു സാധനം. എഴുന്നേറ്റ് നിന്നു. ഞാൻ ചോദിച്ചു, നീ എന്താടാ പൊക്കാത്ത? അപ്പം പുള്ളി എന്നെ ഇങ്ങനെ കൈ കെട്ടിയിട്ട് കാണിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ പൊക്കാത്തേന്ന്? നമ്മുടെ പിള്ളേർ ഇപ്പം ഇങ്ങനെയുള്ള ഉത്തരം പറയുള്ളൂ. ഞാൻ ചോദിച്ചു, നിൻ്റെ അപ്പനമ്മയും വന്നിട്ടുണ്ടോ? അപ്പം പുള്ളി ഞാൻ പറഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞു നോക്കാമോ? തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യത്തെ റോയിൽ ഇവൻ്റെ അപ്പനമ്മയും 2 കൈ പൊക്കി പിടിച്ചേക്കാട്ടോ ഇങ്ങനെ. അപ്പം അപ്പൻ 2 കൈ പൊക്കി പിടിച്ചിട്ട് കാണിക്കുന്നുണ്ട്. കൊച്ചിനാണെങ്കിൽ ഇച്ചിരി ദൂരമുണ്ട്. കൊച്ചിങ്ങനെ നോക്കിയിട്ട് അമ്മയാണ് അതിലും വിരുദ്ധത്തി. അമ്മ ഇപ്പൊ കൊച്ച്
ഈ കഥകളി കണ്ടോണ്ടിരിക്കണ ഞാൻ പറഞ്ഞു, നീ തിരിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നീ എന്താ പോക്കാത്ത? അപ്പനമ്മയും പോക്കിണ്ടില്ല. അപ്പം ഇതിൻ്റെ വായോർന്നുട്ടാ. ഇത് എന്നോട് പറയാ, ഇന്നലെ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊന്നും ചെല്ലിയില്ല, പിന്നെ എന്തിനാ അപ്പനമ്മയ്ക്ക് കൈപോക്കി പിടിച്ചേക്കണേന്ന്. പിറ്റേ ദിവസത്തെ കൺവെൻഷന് ആ അപ്പനമ്മേനെയും കണ്ടിട്ടില്ല, ആ ചക്കനെ കണ്ടിട്ടില്ല. അവൻ ജീവിച്ചിരിക്കണോന്ന് പോലും എനിക്കറിയാൻ പാടില്ല കേട്ടോ, സത്യം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് നമ്മുടെ ദൈവത്തിന് എന്തോരം വില കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്തോരം സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവത്തെ മറന്നല്ലേ നമ്മൾ പലപ്പോഴും ജീവിച്ചിട്ടുള്ളേ. അതല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ തകർച്ചയുടെ കാരണം. ദൈവത്തെ മറന്നല്ലേ നമ്മൾ പലപ്പോഴും ജീവിച്ചിട്ടുള്ളേ. അതല്ലേ നമ്മുടെ മക്കൾ പലപ്പോഴും തെറ്റായ ബന്ധങ്ങളിലേക്ക്, കടബാധ്യതകളിലേക്ക്, രോഗങ്ങളിലേക്ക്, പലവിധ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ പോയിട്ടുള്ളേ. ദൈവം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിച്ചാൽ തന്നെ ദൈവം നമ്മളെ കാത്തുരക്ഷിക്കേണ്ടതല്ലേ? ചിന്തിച്ചോക്ക്. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു പാവാട്ടാ, ഇങ്ങനെയൊക്കെ പറയുന്നു അത്രേ ഉള്ളൂ. ഇതിങ്ങനെ താഴെ ഇറങ്ങി അതിങ്ങനെ അടക്കുള്ളൂ. പക്ഷെ ഇതിങ്ങനെ കയറിക്കുമ്പോൾ പറയും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ചിന്തിച്ചു നോക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിൻ്റെയും ഇച്ചിരി ഒച്ചത്തിൽ പറയുമോ നിങ്ങൾ? എൻ്റെ പൊന്നിട വൈ എൻ്റെയൊക്കെ ശബ്ദം ഉണ്ടല്ലോ, 6-7 പ്രാവശ്യം ചോര വന്നതാ. വോക്കൽ കോഡ് പൊട്ടും നമ്മൾ സംസാരിച്ച്. 6-7 പ്രാവശ്യം ചോര വന്ന വായത്. എന്നിട്ടും ശബ്ദത്തിന് ഇങ്ങനെ സംസാരിക്കണേ. എൻ്റെ അമ്മ എന്നോട് പറയും, ഒന്ന് പതക്കെ സംസാരിക്കട ചിനു, ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. എനിക്ക് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. മൈക്കടുത്തുണ്ട് എങ്കിലും ഇങ്ങനെ പറയുള്ളൂ. ഞാൻ പറഞ്ഞ 6-7 പ്രാവശ്യം ലിസി ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞറിയോ, എൻ്റെ പൊന്നച്ച, സാധാരണ വോക്കൽ കോഡ് എന്ന് പറയുന്നത് വെളുത്തിരിക്കുന്ന ഒരു സാധനം. ഈ വോക്കൽ കോഡാണ് നമ്മളെ സംസാരിക്കാൻ സഹായിക്കുന്നത്. അച്ഛൻ്റെ വോക്കൽ കോഡ് ചുമന്നിരിക്കണേ, നീര് വന്ന് വീർത്തിരിക്കുക. അച്ഛനും കുറച്ച് ദിവസം ഒന്നും മിണ്ടാതിരിക്കുക. ഡോക്ടർ പറഞ്ഞു 1 മാസത്തേക്ക് ഞാൻ അച്ഛൻ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടർ അത് നടക്കണ കാര്യമില്ല, ഞാൻ സംസാരിക്കും. എൻ്റെ ദൈവത്തിന് വേണ്ടി എത്ര മാത്രം മിണ്ടാൻ പറ്റുമോ ഞാൻ മിണ്ടും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് കേട്ടോ. ഇനിന്ന് പറഞ്ഞേ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിൻ്റെയും, ചുരുട് ശബ്ദത്തില്, ഇസഹാക്കിൻ്റെയും. ഒരു പാട്ടുണ്ടല്ല, അബ്രാഹത്തിൻ ദൈവം സിയോൻ. ഒന്നുകൂടി, സിയോൻ യാത്രയതിൽ. എങ്ങനെയുള്ള ദൈവം കൂടെ? അബ്രാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ അത് ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രശ്നം വന്ന് നോക്കിയേ, എന്നിട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം ഇരിക്കുക കുന്തം മെഴുകിയ പോലെ. എന്നിട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം സ്റ്റാൻഡപ്പ്. പറഞ്ഞോ, എന്തെങ്കിലും പറ. പറഞ്ഞോ എൻ്റെ സഹോദരി, പറ. എന്തുട്ടാ അബ്രാഹത്തിൻ്റെ ദൈവം? അറിയാമെന്ന് പറഞ്ഞാൽ മതി. വിശ്വാസികളുടെ പിതാവ്. നല്ല ഉത്തരം, നല്ലതള്ള. ഏകദേശം കറക്റ്റാ കേട്ടോ. ഇരുന്നോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം? ഇടവേ നിങ്ങളോട് ആരെങ്കിലും വന്നിട്ട് ചോദിക്കും, എന്തുട്ട് ഈ അബ്രാഹത്തിൻ്റെ ദൈവം? അപ്പം നിങ്ങൾ എന്ത് പറയും? എന്തുട്ടപ്പം അത്? ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ഇന്ന് ഹോംവർക്ക്, അച്ഛനിത് ചോദിക്കുന്നത് ഹോംവർക്കാ, നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വന്നോളണം. എന്നിട്ട് അബ്രാഹത്തിൻ്റെ ദൈവം ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം ഇതാണ്. അച്ഛനോടൊപ്പം പറഞ്ഞോ, വിശ്വസിച്ചാൽ, ശബ്ദത്തിൽ പറ, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്, അതാണ് അബ്രാഹത്തിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞേ, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമുണ്ട് എനിക്ക്, അതാണ് അബ്രാഹത്തിൻ ദൈവം. ഒന്നുകൂടി പറഞ്ഞോ, വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എനിക്ക്, അതാണ്
അബ്രാഹത്തിന്റെ ദൈവം. അനീന മോളെ എഴുന്നേറ്റുന്നേ. ഞാൻ ആദ്യമായിട്ട് പഠിച്ച കൊച്ചിൻ്റെ പേരാ. എൻ്റെ കൊച്ചെന്ന് പറയും കേട്ടോ. എൻ്റെ മോള് പറഞ്ഞോ. ആ ആ ആ കൂടെ നിൽക്കുന്ന ദൈവമുണ്ട് എനിക്ക്, അതാണ് അബ്രാമിൻ ദൈവം. അനീനയുടെ കൂട്ടുകാരി എഴുന്നേറ്റുന്നോ. പിള്ളേരോടൊക്കെ ചോദിക്കുന്നത് സീനിയർ സിറ്റിസൺ ഒഴിവാക്കിയതല്ല. ആ അബ്രാമിൻ ദൈവം. നാളെ വരുമ്പോൾ എല്ലാം പഠിച്ചോണ്ടെന്നോളണം. എല്ലാത്തിനും എടുത്ത് ചോദിക്കും. ഇരുന്നോ. എന്നിട്ട് അബ്രാഹത്തിന്റെ ദൈവം വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാമിൻ ദൈവം. ജീവിതത്തിലെ ഒരിക്കലും ഞാൻ മറക്കരുത്. നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയത്, സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് അബ്രാഹത്തിന്റെ ദൈവം. എങ്ങനെയുള്ള ദൈവം അത്? വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ദൈവമാണത്. വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ, വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ. പച്ച സ്റ്റാൻഡപ്പ്. ഇങ്ങോട്ട് കയറി വാ, എന്നാലേ കാണുള്ളൂ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഒരു സുന്ദരനെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഈ സഭയിലൊരു സുന്ദരൻ. ഇങ്ങോട്ട് കയറിക്ക്, അച്ഛനും കാണട്ടെ. പേരെന്നാ? അച്ഛനെല്ലാവരുടെയും പേരറിയാല്ലേ? അഭിനന്ദിക്കുന്ന അച്ഛാ. അനീഷ്. അനീഷേ, വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ. ഇല്ല. എന്നാ വർത്താനടേ പറയണേ? വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കില്ലേ? അനീഷിന്റെ മുമ്പിലിരിക്കണം. വന്നേ, ഇങ്ങോട്ട് വാ. ഇതേത് ഈ സാധനം? മോനാണോ? കറക്റ്റാ. നീ ഭാര്യ ഉണ്ടായിട്ടാണ് ഈ ഉത്തരം പറഞ്ഞ എങ്ങനെ? നീ കയറി വാ. വിശ്വസിച്ച പേരെന്നാ? ജോബിൻ. ജോബിനെ അനീഷ പോലെട്രാ. ജോബിനെ വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ. നിന്നോട് ഞാൻ ചോദിച്ചേ. ഇങ്ങോട്ട് വാടാ ജോബിനെ. കേറിക്കടാ, കേറിക്ക്. വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെക്കോ. നിക്കോ. നീ ഇങ്ങോട്ട് വാ. ഇനി നിന്നോടാ ചോദ്യം. നീ തിരിഞ്ഞിന്നോ. ഇത്രയും നാള് നീ വിശ്വസിച്ചവര് സ്നേഹിച്ചവരൊക്കെ നിന്റെ കൂടെ ഉണ്ടാ? ഇല്ല. പിന്നെ വിശ്വസിച്ച സ്നേഹിച്ച മനുഷ്യന്മാരെ കൂടെ നീ തൊട്ട് പറഞ്ഞതിനാ? നിൽക്കുന്നവരുണ്ട്. ഒരാള് ആരത്? ഓ, നീ സൈന്യ. ഇവൻ ബുദ്ധിമാനാ കേട്ടോ. ഇവൻ പക്ക ബുദ്ധിമാനാ. അവൻ കൃത്യമായിട്ട് ഞാൻ കൈ കിടന്ന്. ഞാൻ ഇതുപോലൊരു ബുദ്ധിമാനെ കണ്ടിട്ടില്ല. അങ്ങോട്ട് വാ. ആ കൈ കിടന്ന് സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ഓ, നിന്റെ ഗതി. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്ക്. ജോബിൻ പറഞ്ഞത് ഞാൻ ചേർത്ത് വെക്കുന്നു കേട്ടോ. വിശ്വസിച്ച് സ്നേഹിച്ച കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയത്തൊന്നുമില്ല. അത് വളരെ വളരെ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലേ? അല്ലേ? ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇത്രയും നാളെ നിങ്ങളുടെ കൂടെ നിന്ന് സ്നേഹിച്ചവരൊക്കെ ഇപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അച്ഛൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളി മിണ്ടണ്ടിട്ടാ? ഇതിന് ഉത്തരം മിണ്ടരുത്. ഇതിങ്ങനെ ഇരുന്നോളണം. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ ജോബിനെ നോക്കിയിട്ടില്ല. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ചിന്തിച്ചോക്ക്. ഞാൻ ഒന്നും ഇതിനൊന്നും ഉത്തരം പറയത്തരുത്. ഇങ്ങനെ ഇരുന്നാ മതി. നമ്മൾ ഇത്രയും ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിച്ച മനുഷ്യര് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് സ്നേഹിച്ചവരൊക്കെ എവിടെ പോയി? വിശ്വസിച്ചവരൊക്കെ എവിടെ പോയി?
വഴി നടത്തിയവരൊക്കെ എവിടെ പോയി? സഹായിച്ചവരൊക്കെ എവിടെ പോയി? സ്വന്തം സുഖത്തെക്കാളും സന്തോഷത്തെക്കാളും ഒക്കെ അവൻ ചിരിക്കണം അവള് ചിരിക്കണം എന്ന് വിചാരിച്ച് ജീവിച്ചവരൊക്കെ എവിടെ പോയി? ഉണ്ടാ? കൂടെ ഉണ്ടാ? ഉണ്ടാ? നീ പോക്ക, നീ സുന്ദരനാടാ, നിങ്ങൾ വാ, എൻ്റെ അനീഷ് മോൻ വാ, ഇവനുണ്ടാവും നിന്റെ കൂടെ കേട്ടോ. ആ കൈ കണ്ടെന്നേ, അവൻ പറഞ്ഞതാ ശരി, വിശ്വസിച്ചു. ഇവനും വേണം കൈ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്രയും നാള് സ്നേഹിച്ചവര്, വിശ്വസിച്ചവര്, കൂടെ നടത്തിയവരൊക്കെ എവിടെ പോയി? ജന്മം കൊടുത്ത മകനോ മകളോ പോലും കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. ആരും ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഞാൻ എപ്പോഴും പറയും എൻ്റെ ടോക്കില്, സങ്കടത്തിന്റെ താഴ്വരയിലും മനുഷ്യന്മാരും ഒറ്റയ്ക്കാ. നീ ഒന്ന് കരഞ്ഞപ്പോ, നീ ഒന്ന് വേദനിച്ചപ്പോ, നീ ഒന്ന് സങ്കടപ്പെട്ടപ്പോ ഈ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ആരെങ്കിലും വന്ന് നിന്നോട് ചോദിച്ചിട്ടുണ്ടാ നീ എന്തിനാ കരയണേന്ന്, നിനക്കെന്താ പറ്റിയെന്ന്, നിന്റെ മുഖം എന്താ വാടിയെന്ന്, നീ എന്തിനാ വിഷമിച്ചിരിക്കണേന്ന് ആരെങ്കിലും ചോദിച്ചണ്ടാ? ആരുണ്ടാവില്ല, ആരുണ്ടാവില്ല. നിങ്ങളെ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ആരുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയും, നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ ശുശ്രൂഷിക്കാൻ, നീ ഇച്ഛിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കാൻ, നീ മനസ്സിലാക്കണ പോലെ നിന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് ആ തമ്പുരാന് മാത്രമേ പറ്റുള്ളൂ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, അവന് ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ കട്ടയ്ക്ക് കൂടേക്കാൻ. വേറെ ആരും ഉണ്ടാവില്ല. മനുഷ്യരുണ്ടാവും, ചിരിക്കുമ്പോ ഉണ്ടാവും. നമ്മൾ പാടാറില്ലേ, ചിരിക്കുമ്പോ ഞാൻ ആ നീടലെ മാറ്റും. നിന്റെ ഈശോ വരുമെന്ന് ഞാൻ പറയും. ചിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും. എന്തായിരുന്നു അല്ല സന്തോഷത്തിന്റെ സമയത്തൊക്കെ, കല്യാണത്തിന്റെ സമയത്ത് എത്ര പേരാ. ഒരു പ്രശ്നം ഉണ്ടായപ്പോഴാ അവനുണ്ടായുള്ളൂ. ഒരു കൊച്ചിന് ജന്മം കൊടുത്തപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾ നിങ്ങളുടെ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ ചടങ്ങിനൊക്കെ എന്തോരം പേരാ സന്തോഷിക്കാൻ. മറ്റേത് കുപ്പിയൊക്കെ പൊട്ടി നിങ്ങൾ ഇല്ലല്ലേ? ഓക്കെ 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 കഴിക്കില്ല, ഇല്ലല്ലേ? ഇല്ലല്ലേ? ഓക്കെ ഓക്കെ. എന്തൊരു വിശുദ്ധര കർത്താവ് ഇവരോ. ഇതൊക്കെ പൊട്ടിക്കണ സമയം അല്ല, നിങ്ങളല്ല, വേറെ പള്ളിയിൽ കേട്ടോ. ഇതൊക്കെ പൊട്ടിക്കണ സമയത്ത് എന്തോരം പേരാന്നറിയോ. പക്ഷെ ഒരു സങ്കടം വരുമ്പോഴാ, നിന്റെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണി നീര് വീഴുമ്പോ നിന്റെ കൂടെ അവിടെ ഉണ്ടാവുള്ളൂ. അവനുള്ളൂ നിനക്ക്. ചങ്കിലിങ്ങനെ എഴുതി വെക്കണം, മനസ്സിലിങ്ങനെ ആലേഖനം ചെയ്തു വെക്കണം, ചങ്കിലിങ്ങനെ ഉറപ്പിച്ചു വെക്കണം. എൻ്റെ തമ്പുരാനുണ്ട് എൻ്റെ കൂടെ. എന്തിനും പോകുന്നൊരു തമ്പുരാൻ. എത്രയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ചിന്തിച്ചോളാം, അവൻ എന്നെ നോക്കും, അവൻ എന്നെ പരിപാലിക്കും, അവൻ എന്നെ ചേർത്ത് പിടിക്കും. അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞേ, പെറ്റമ്മ നിന്നെ മറന്നാലും കേട്ടില്ല, ഞാൻ നിന്നെ മറക്കില്ലെന്ന്. ജീവിതത്തിന്റെ ഏത് യാഥാർത്ഥ്യങ്ങളിലും ഏത് വേദനകളിലും നീ ചിന്തിച്ചോ, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. എന്തിനും പോന്ന സർവശക്തനായ ഈ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാൻ സ്വന്തം കൈകൊണ്ട് എന്തും സൃഷ്ടിക്കാൻ പോന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ മതി എൻ്റെ കൂടെ ജീവിക്കാൻ കേട്ടോ. എന്നോട് പലരും ചോദിക്കും, എൻ്റെ അച്ഛൻ എങ്ങനെയാ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കണേ, എങ്ങനെയാ ഇത്ര ഹാപ്പി ആവണേ? ഞാൻ ഒറ്റ ഉത്തരം പറയുള്ളൂ, എൻ്റെ കൂടെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ദൈവമുണ്ട്. നിങ്ങൾ ചിന്തിക്കണേ, നാളെ അച്ഛൻ്റെ ജീവിതത്തിലെ അസുഖങ്ങളൊക്കെ അച്ഛൻ പറയും. എൻ്റെ അപ്പനമ്മയും ക്യാൻസർ പേഷ്യൻ്റാ. അമ്മയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു. ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ സ്ട്രോക്ക് വന്ന് വീണു. രാത്രി മണിക്ക് എൻ്റെ അപ്പം വിളിച്ചേക്കാ, മോനെ അമ്മ വീണ് കിടക്കാടാ. അപ്പനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ്. അമ്മ വീണ് കിടക്കാ. അപ്പനും അമ്മയും വീട്ടിൽ തന്നെയാ, വേറെ ആരും ഇല്ല. ഇപ്പോൾ
ഞാനാണെങ്കിൽ ഇച്ചിരി ദൂരെയാ എൻ്റെ പള്ളി. ഞാൻ ആ പള്ളി പോയാൽ എൻ്റെ വീട്ടിലേക്ക് ചെല്ലെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഞാനാണെങ്കിൽ അന്ന് തിരുവനന്തപുരത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. രാത്രി തുര കോള് വൻ്റെ എൻ്റെ അപ്പൻ്റെ. ഞാൻ എടുക്കണില്ല, കാരണം പ്രസംഗിക്കാല്ലേ, എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇതുപോലെ പ്രസംഗിക്കുന്ന ഇടയിൽ കോൾ എടുക്കാൻ പറ്റുമോ? കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാത്രി ഒരു 9:30 11 മണി തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോൺ മാറ്റി വെച്ച് എന്തിനാ അപ്പ വിളിച്ചതെന്ന് വെച്ചോണ്ട് തിരിച്ചു വിളിക്കുമ്പോൾ അപ്പം പറയാ, മോനെ അമ്മ വീണ് കിടക്കാടാ, സ്ട്രോക്കാടാ, അമ്മയ്ക്ക് ബോധമില്ലടാ, അമ്മ മിണ്ടണില്ലടാ, സ്ട്രോക്കിന്റെ ആരംഭമെന്നാ പറയണേ. അപ്പന് മനസ്സിലാവുള്ള അമ്മയ്ക്ക് എന്തോ കുഴഞ്ഞ് മിണ്ടാണ്ട് കിടക്കുക. ഞാൻ എന്താ ചെയ്തെന്നറിയോ? എൻ്റെ അപ്പം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും എൻ്റെ അമ്മ പോയിട്ടുണ്ടാവും, എൻ്റെ അമ്മ സംഭവിച്ചിട്ടുണ്ടാവും. ഞാനന്നൊരു ലാറ്റിൻ പള്ളിയിലാ ധ്യാനിപ്പിച്ചോണ്ടിരിക്കുക. പള്ളിയൊന്നും പറയില്ല, തൊട്ടടുത്താ. ആ പള്ളിയിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ആ വാതിലൊന്ന് തുറന്നോരോ പള്ളിയുടെ. നേരെ ചെന്നു. അവിടെ തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ രൂപമുണ്ട്, ഒരു കുരിശുണ്ട്. ആ കുരിശിലിങ്ങനെ വട്ടം പിടിച്ചിട്ട് ഒറ്റ മറുപടി ഞാൻ പറഞ്ഞോളൂ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം, എനിക്കെൻ്റെ അമ്മേനെ വേണം ഈശോയെ, എനിക്കെൻ്റെ അമ്മേനെ വേണം, വേറെ ഒന്നുമില്ല, എനിക്കെൻ്റെ അമ്മേനെ വേണം. ഞാൻ രാത്രി 11 മണിക്ക് പള്ളി പോയിരുന്ന് കരയണിട്ട് ഈ അച്ഛൻ എൻ്റെ കൂടെ വന്നു. എന്തേച്ചാ? അമ്മയ്ക്ക് വയ്യച്ചാ. ഉഴപ്പുണ്ടാവില്ല അച്ഛാ, എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മേനെ എനിക്ക് വേണം. ഞാൻ ആ കുരിശലിങ്ങനെ വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മേനെ വേണം, വേറെ ഒന്നും എനിക്കില്ല, വേറെ ഒന്നും എനിക്ക് ബോധിപ്പിക്കാനില്ല, പറയാനുമില്ല. ഈശോയെ എനിക്ക് എൻ്റെ അമ്മേനെ വേണം. കുറച്ച് നേരത്തിന് ശേഷം അപ്പം വിളിച്ചു, മോനെ ആശുപത്രിയിലാട്ടാ, കുഴപ്പമൊന്നുമില്ല, മോൻ പേടിക്കണ്ടട്ടാ, മോൻ പേടിക്കണ്ട, നിങ്ങൾ ഓർത്തോളാം, അവനുണ്ടാവുള്ളൂ, എന്തു വന്നാലും അവനുണ്ടാവുള്ളൂ. അവനെ പിടിച്ചവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല, അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയവരാരും ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല, അവന്റെ മുമ്പിൽ കരഞ്ഞവരാരും ജീവിതത്തിൽ തോറ്റ് നാണം കെട്ട് നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇത് സത്യം സത്യം സത്യം. അതാ പറഞ്ഞേ, ആ ദൈവത്തെ കൊടുക്ക നിങ്ങളുടെ കുടുംബത്തില്, ആ ദൈവത്തിന്റെ പിന്നാലെ നടക്കുക നിങ്ങളുടെ കുടുംബം, നിന്റെ മക്കള്. നമ്മൾ അപരാഗത്തിന്റെ ദൈവം എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടേ അപരാഗത്തിന്റെ ദൈവം എന്ന് നമ്മൾ വിളിച്ചേ? ഞാൻ ഇതുപോലെ ബൈബിളിൽ ബഹുമാനിക്കുന്ന വേറൊരു മനുഷ്യനില്ല. അത്രയ്ക്ക് ബഹുമാനിക്കുക അപരാഗത്തോട്, അത്രയ്ക്ക് ബഹുമാനം. അതിന് കാരണം ഉണ്ടെന്നറിയോ? ദൈവം എല്ലാം അപരാഗത്തിന് കൊടുത്തു, പക്ഷെ ഒന്ന് മാത്രം കൊടുത്തില്ല. എന്തു കൊടുത്തില്ല? ദേരിക്കണു. എന്തു കൊടുത്തില്ല? എന്തു കൊടുത്തില്ല? ആ മക്കളെ കൊടുത്തില്ല. എത്ര വർഷം പ്രാർത്ഥിച്ചു? ദേരിക്കണു. തള്ളിക്കോ തള്ളിക്കോ, തള്ളു തള്ളു തള്ളു. 100 വർഷം എങ്ങനെയാണ് പോയി ആദ്യത്തെ തള്ളലൊക്കെ ശരിയാക്കണേ? 100 വർഷം പ്രാർത്ഥിച്ചു. 100ാമത്തെ വർഷം ഒരു കൊച്ചിനെ കൊടുത്തു. ആ 100ാമത്തേത് 100 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിനെ കൊടുത്തു. താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കില്ലെന്ന് വെച്ചാൽ അതിനെ സ്നേഹിച്ചു. സ്നേഹിച്ച് 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 വളർത്തി വലുതാക്കി ഒരു പരുവെത്തിച്ചു കഴിഞ്ഞപ്പോ, കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് വളർത്തി വലുതാക്കി ഒരു പരുവെത്തിച്ചു കഴിഞ്ഞപ്പോ ഒരിക്കൽ തമ്പുരാൻ പറഞ്ഞു, നിന്റെ കൊച്ചിന് എനിക്ക് വേണ്ടി ആ യാഗബലി അർപ്പിക്കണമെന്ന്. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? ചേച്ചി കൊടുക്കോ? ചേച്ചി ഒന്ന് എഴുന്നേറ്റുന്നേ. ഈ ചേച്ചിയുടെ പിന്നിരിക്കണ ചേച്ചി, സുന്ദരി ചേച്ചി, എഴുന്നേറ്റുന്നോ? കൊടുക്കോന്ന് കർത്താവ് പറയാ, യാഗബലി അർപ്പിക്കാൻ മോനെ കൊടുക്കണം. കൊടുക്കോ? എന്നാ തള്ളയുടെ അത്? ശല്യം ചേട്ടൻ കൊടുക്കോ? എന്നാ തന്തയുടെ അത്? നിങ്ങൾ ആരെങ്കിലും കൊടുക്കോ? ചേച്ചി ഇരുന്നോ? സ്നേഹം കൊണ്ട് വിളിച്ചാട്ടാ, സ്നേഹം കൊണ്ടാട്ടോ. ഐ ലവ് യു കേട്ടോ. സ്നേഹം കൊണ്ട് വിളിച്ചതാ. ഈ ഐ ലവ് യു എന്ന് പറയുന്നത് ഈ കമിതാക്കൾ മാത്രം ഉപയോഗിക്കുന്ന പദമല്ല. ഈ ഐ ലവ് യുടെ അർത്ഥം എന്നാ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് കമിതാക്കൾ മാത്രം പറയാനുള്ള കാര്യമൊന്നുമല്ല. നമ്മളങ്ങനെ ഐ ലവ് യു, എൻ്റെ അമ്മേ, നമുക്ക് ഇഷ്ടമുള്ളവരോടൊക്കെ പറയാം ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നല്ലൊരു അർത്ഥം അതിന്. അത് ഈ കമിതാക്കളുടെ ഭാഷയായിട്ട് മാറിപ്പോയി, പ്രണയമുള്ളവരുടെ ഭാഷയായിട്ട്. അങ്ങനെയല്ല. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് ഐ ലവ് യു, ഐ ലവ് യുടാ, ഐ ലവ് യുടി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തൊരു നല്ല പദം അത്. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ. നമ്മൾ ആരെങ്കിലും കൊടുക്കോ? ദൈവം ചോദിച്ചോ കൊടുക്കോ? ഇല്ല. ഞാനാണെങ്കിലും കൊടുക്കില്ല കേട്ടോ, എനിക്കില്ല കേട്ടോ, എന്നാലും കൊടുക്കത്തില്ല. പക്ഷെ അബ്രഹാം, ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാട്ടാ, സമയം പോയോ? ബോറടിക്കണ്ടോ?
അങ്ങനെ ഇരിക്കുകയാണല്ലേ, എനിക്ക് ആകെ ക്ഷീണ. പോട്ടെ, ഓക്കെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അബ്രഹാം എന്ന മനുഷ്യൻ ഇത്രയും വർഷം പ്രാർത്ഥിച്ച കൊച്ചിനെ ദൈവം പറഞ്ഞു യാഗബലി അർപ്പിക്കണം. എനിക്ക് ആ മനുഷ്യനോട് ബഹുമാനം തോന്നണം. ഒറ്റ കാര്യം അതുള്ളൂ. അബ്രഹാം ചോദിച്ചില്ല, ദൈവമേ ഒരാഴ്ച എൻ്റെ മോനോട് ഞാൻ സ്നേഹിച്ചോട്ടെ, ഒരു മാസം ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എൻ്റെ മോനെ, എന്നിട്ട് ഞാൻ തരാം. പറഞ്ഞ ഇല്ല. ആ മനുഷ്യനെ സമ്മതിക്കണം. നിങ്ങൾ ആ ബൈബിൾ വായിക്കുമ്പോൾ, സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ ആ മനുഷ്യനെ സമ്മതിക്കണം. എന്തെന്നറിയോ? പിറ്റേ ദിവസം അതിരാവിലെ സ്വന്തം സഹധർമ്മിണിയോട് ഒരു വാക്ക് പോലും മിണ്ടാതെ അവന് ജീവൻ കൊടുത്ത് വളർത്തി വലുതാക്കിയ സ്വന്തം ഭാര്യയോട് ഒരു വാക്ക് പോലും ഉരിയാടാതെ സ്വന്തം മകനെ പിടിച്ചുകൊണ്ട് അബ്രഹാം എന്ന മനുഷ്യൻ മോറിയ മലയിലേക്ക് യാഗബലി അർപ്പിക്കാൻ പോവാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒറ്റ മോനുള്ളൂ, 100 വർഷം കാത്തിരുന്ന് കിട്ടിയതാ. അതിനെ കൊല്ലണമെന്ന് പറഞ്ഞപ്പോ അബ്രഹാം മറുതലിക്കാൻ പോയാ നമ്മളാണെങ്കിലാ പിന്നെ ഞാൻ തന്ന തന്നെ, പിന്നെ ദൈവമല്ലേ, പിന്നെ ദൈവത്തിന് അങ്ങോട്ട് പറഞ്ഞുകൂടെ? നമുക്ക് പറ്റില്ല. നമ്മുടെ കുഴപ്പം എവിടെയാ? ദൈവത്തിന്റെ പദ്ധതിയും പ്ലാനൊന്നും നമുക്കറിയാൻ പാടില്ലടവേ. നീ ചിന്തിച്ചോളാം. അബ്രഹാം അന്ന് നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹത്തെ വിളിക്കുവോ? ഇല്ല. അബ്രഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമായിരുന്നു അത്. പിറ്റേ ദിവസം സ്വന്തം മോനെ പിടിച്ചുകൊണ്ട് മോറിയ മല കയറുമ്പോ ലോകത്തെ മുഴുവൻ ചങ്കുലയ്ക്കുന്നൊരു ചോദ്യം അപ്പന്റെ മുഖത്തേക്കിട്ട് ഈ മകൻ ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയാ, അപ്പാ വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കൊള്ള കുഞ്ഞാടെവിടെയാ? തന്റെ കണ്ണിൽ നിന്ന് മിറ്റിറ്റ് വീഴുന്ന കണ്ണുനീർത്തുള്ളി തുടച്ചു നീക്കി വിറയ്ക്കുന്ന തരത്തോടുകൂടെ അബ്രഹാം എന്ന മനുഷ്യൻ സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ദൈവം തരൂടാ. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ചോദ്യവും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഉത്തരവും. മകൻ ചോദിക്കുക കുഞ്ഞാടെവിടെയെന്ന്, അപ്പം പറയാ ദൈവം തരൂന്ന്. സ്വന്തം മകനെ കൊല്ലണോന്ന് ദൈവം പറഞ്ഞിട്ട് അപ്പം പറയാ ദൈവം തരൂന്ന്. ഇനിയും എന്തു വിശ്വാസാന്ന് നിങ്ങൾ ഓർത്തോക്കി, ചിന്തിച്ചോക്ക്. എന്തു വിശ്വാസാ മനുഷ്യന്, ഇത്രയും ഉറപ്പുള്ള വിശ്വാസം. എൻ്റെ ദൈവം തരും. ഏത് അവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവം തരും. അങ്ങനെ വിശ്വസിച്ചവനായിരുന്നവൻ പിന്നെയും കയറിപ്പോവാ. യാഗബലിക്കുള്ള സമയമായി, വിറക് നിരത്തി സ്വന്തം മകന്റെ കരങ്ങൾ ബന്ധിക്കാൻ പോണതിന് മുമ്പ് ആ മകൻ ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിച്ചു, അപ്പാ യാഗബലിക്കുള്ള സമയമായി. നിങ്ങളൊന്ന് ചിന്തിക്കണം. യാഗബലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം എന്താണെന്നറിയോ? സ്വന്തം കൊച്ചിന്റെ കരങ്ങൾ ബന്ധിച്ച് ഒരു കടാര കൊണ്ട് നെഞ്ചത്ത് കുത്തി ഇറക്കി ആ ചോരയെടുത്ത് ബലിയർപ്പിക്കണം. ഏതപ്പനാ പറ്റണത്? ഈ 100 വർഷം കാത്തിരുന്ന അപ്പന് ഇനിയും പറ്റുമോ? പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ സ്വന്തം മോനെ പോലും വേണ്ടെന്ന് വെച്ചവനായിരുന്നു ആര്? അബ്രഹാം. അതായിരുന്നു അവന്റെ വിശ്വാസം, അതായിരുന്നു അവന്റെ കരുത്ത്, അതായിരുന്നു അവന്റെ തൻ്റെ ഇടം. അതാണ് നമ്മളൊക്കെ ഇന്ന് അബ്രഹാത്തിന്റെ ദൈവം എന്ന് ദൈവത്തെ വിളിക്കണേ. ചിന്തിച്ചോക്ക്. അപ്പോഴും അബ്രഹാം പറഞ്ഞു ദൈവം തരും, എൻ്റെ ദൈവം തരും. സ്വന്തം കൊച്ചിന്റെ കഴുത്തിൽ കത്തി ഓങ്ങി നിൽക്കണ സമയം, ആ മൊമെന്റ് വരെ അബ്രഹാത്തിന് ലെവലേശം പിന്നോട്ടും തീങ്ങി അവൻ ഇല്ല. അതാണ് അബ്രഹാം എന്ന് പറയണേ. നമ്മളൊക്കെ നാട്ടിൽ 100 വർഷം അതുകൊണ്ട് പറഞ്ഞിട്ട് അച്ഛൻ നിർത്തിക്കോളാം. നമ്മുടെയൊക്കെ നാട്ടിൽ ആ പാട്ടിൻ്റെ വരികൾ പാടിക്കൂടി അച്ഛൻ നിർത്തിക്കോളാം. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു 100-110 വർഷങ്ങൾക്കൊക്കെ മുമ്പ് കേരളക്കര മുഴുവൻ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടിൻ്റെ വരിയുണ്ട്. ദുഃഖത്തിൻ്റെ പാനപാത്രം സന്തോഷത്തോടതു വാങ്ങി സന്തോഷത്തോടതു വാങ്ങി. മതി. നിങ്ങൾ എവിടെ പോയിക്കോ, ഏത് ക്രിസ്തീയ സമുദായത്തിൽ പൊക്കോ, ഏത് സഭയിലും പൊക്കോ, അത് ക്രിസ്ത്യൻസോ ലാറ്റിൻസോ സുറിയാനി ക്രൈസ്തവരോ ഓർത്തഡോക്സോ യാക്കോബൈറ്റ്സോ എവിടെയും പൊക്കോ, ഈ പാട്ട് എല്ലാവരും പാടും. അത്രയ്ക്ക് കേരളക്കര മുഴുവൻ ക്രിസ്ത്യാനികൾ പാടിക്കൊണ്ടിരുന്ന ഈശോയുടെ പിന്നാലെ നടക്കുന്നവരൊക്കെ ഈ പാട്ട് പാടും. ഇത് ആരെ എഴുതിയെന്നറിയോ? നമുക്കറിയാം.
സാധു കൊച്ചു കുഞ്ഞെന്ന് പറഞ്ഞൊരു ഉപദേശി എഴുതിയ പാട്ടാ. എപ്പോഴാണ് എഴുതണമെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ വേല സുവിശേഷ വേലയായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ നടന്ന മനുഷ്യനാ ഇദ്ദേഹം. ശ്രീലങ്കയിൽ സുവിശേഷ വേലയ്ക്കായിട്ട് പോയപ്പോൾ ചങ്ങനാശ്ശേരി അടുത്ത് ചെങ്ങന്നൂർ ഇദ്ദേഹത്തിൻ്റെ വീട്. ഇദ്ദേഹത്തിന് 3 മക്കളാ. രണ്ടാമത്തെ മകൻ സാമുവേല് വളരെ സുന്ദരനായിരുന്നു, നല്ലൊരു പൈതല്. അവനൊരു അസുഖം ബാധിച്ച് മരിച്ചുപോയി. മരിച്ചു കിടക്കണ സ്വന്തം മകൻ്റെ കാണാനായിട്ട് ചെറ്റക്കുടിലേക്ക് ചെല്ലുമ്പോ നാട്ടുകാരും വീട്ടുകാരൊക്കെ നിലവിളിച്ച് കരയാ, ചങ്കത്തടിച്ച് കരയാ, നിലവിളിക്കുക. സുവിശേഷ വേലയ്ക്ക് പോണ ഒരു അപ്പന് കിട്ടിയ ഒരു പ്രേക്ഷിതന് കിട്ടിയ വേല, ഒരു പ്രേക്ഷിതന് കിട്ടിയ ഫലം നിങ്ങൾ ചിന്തിക്കണം. ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന ഒരു മകന് കിട്ടിയ പണിയുടെ അങ്ങനെ ചിന്തിച്ചോളൂ. നാട്ടുകാരും വീട്ടുകാരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും സങ്കടപ്പെട്ട് ചങ്കത്തടിച്ച് നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തില്, എല്ലാവരും കൈവിട്ടു പോണ ഒരു സാഹചര്യത്തില്, സ്വന്തം ഭാര്യയും കൂടപ്പിറപ്പുകളും നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരപ്പന് മാത്രം കരച്ചിലില്ല. ആ അപ്പൻ സ്വന്തം മകന്റെ ജീവച്ഛവമായ ശരീരം ഇങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് സാമുവേൽ എന്ന് മുഴുവിപ്പിക്കാനാകാതെ ആ മകന്റെ മുഖത്തേക്ക് നോക്കി തണുത്തുറഞ്ഞ അവന്റെ ശരീരത്തെ ഇങ്ങനെ പുലുകിക്കൊണ്ട് ഇനിയൊരിക്കലും തുറക്കാത്ത അവന്റെ കണ്ണിലേക്ക് നോക്കി, ഇനിയൊരിക്കലും അപ്പ എന്ന് വിളിക്കാത്ത അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പാടി, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാനതങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഹല്ലേലൂയ പാടും ഞാനെന്ന്. എത്ര വലിയ ദുരിതമാണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമെന്ന്. നമ്മളോ? ഒരു വചനം പഠിക്കാൻ തരാം. ഒരു വചനമുണ്ട്, ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നാളെ. ഓക്കെ. ഇപ്പം എന്താ പഠിക്കാൻ പറഞ്ഞേക്കണേ? അബ്രാഹത്തിൻ്റെ ദൈവം. എന്തുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ദൈവം? വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്നൊരു ദൈവമാണ് അബ്രാമിൻ ദൈവം. എപ്പോഴും ഓർത്തോളത്. നാളെ വരുമ്പോൾ ചോദിക്കും. നീ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരാതിരിക്കരുത്. ഞാൻ മാനത്തോക്കി ഉത്തരം പറഞ്ഞോളാം കേട്ടോ. അപ്പോൾ നാളെ വരുമ്പോൾ ഇത് പഠിച്ചിട്ട് വരണം. ഒരു വചനം പഠിക്കാൻ തരാണ്. 1 യോഹന്നാൻ 4:4. നാളെ കുറച്ചും കൂടി വചനങ്ങൾ നമ്മൾ കാണും കേട്ടോ. ശബ്ദം പോരട്ടെ. അവനെ ജയിച്ചിരിക്കുന്നു. ആ വചനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ആ വചനം പറഞ്ഞേ. നിങ്ങളിലുള്ളവൻ, എൻ്റെ കൂടെ പറ, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. 1 യോഹന്നാൻ 4:4 കേട്ടോ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒന്നും കൂടി. 1 യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ആ വെള്ളക്കുട്ടി എഴുന്നേറ്റുന്നേ. ആ നീല ഡ്രസ് ഇട്ട് വന്നേക്കണ വെള്ളക്കുട്ടി. അനീനയുടെ ഇപ്പുറത്തിരിക്കുന്ന കൊച്ച്. കുത്തിൻ്റെ പേരെന്നാ? തൊട്ട് ആഗമിയോ? എൻ്റെ അപ്പം വന്നുണ്ടോ? അമ്മയുണ്ടോ? ഏതത്? ഇതെങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ്. ആഗമിയോ? ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ ഒരു പേരേക്കണേ. ആഗമി വളരെ റയർ നെയിം. സൂപ്പർ കേട്ടോ. ഇതെങ്ങനെ കണ്ടെത്തി? ആ തല വെയിലൊളിക്കരുത് കേട്ടോ. അച്ഛൻ തമാശ പറഞ്ഞ. ഓക്കെ. ആഗമിയേ വിളിയേക്ക്. ഉത്തരം വചനം. ഏത് വചനം പഠിക്കാൻ പറഞ്ഞേക്കണേ? 1 യോഹന്നാൻ 4:4 ഏതാ? നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇരുന്നോ എൻ്റെ ആഗമി മോൾ ഇരുന്നോ. ആഗമി മോളുടെ ഇപ്പുറത്ത് കൂട്ടുകാരി എഴുന്നേറ്റുന്നേ. സുന്ദരിയായ കൂട്ടുകാരി എഴുന്നേറ്റുന്നേ. വാട്ട്സ് യുവർ നെയിം? അനിന്യ. അനന്യ. ഇത് അനീന. അനിന്യ. അനിന്യ. എന്താ പഠിക്കാൻ പറഞ്ഞേ? വളരെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ് ഇദ്ദേഹത്തിൻ്റെ കേട്ടോ. പാടും ഇദ്ദേഹം
പാടുവോ? ആ, നല്ല വ്യൂ, നല്ല കിളി പോലത്തെ ശബ്ദം. ഇരുന്നോ. സൈഡിലുള്ളവർക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാമോ? സൈഡിലുള്ളവർക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാമോ? ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തു. അതിന് കൊടുക്ക്. കൊച്ചമ്മ എവിടെയെങ്കിലും കൊടുക്ക്. ആ ആ അല്ല, ഷെയ്ക്കാൻഡ് കൊടുത്ത് പിടിക്ക്. ആ കൈ പിടിക്കാൻ. ഇനി ഒരെണ്ണം ഇല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തുനിന്നൊക്കെ പിടിച്ചു. നിങ്ങൾ പിടിക്കില്ലേ? എവിടെയാണെങ്കിലും പിടിക്കും. പിടിക്കടാ അനീഷേ. ആ എല്ലാവരും ആ എല്ലായിടത്തു നിന്നും പിടിക്കണ്ടടാ. ഒരെണ്ണത്തിന് പിടിച്ചാൽ മതി. എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങിക്കും. ഒരെണ്ണത്തിന് പിടിക്ക്. മലയാളികളുടെ കുഴപ്പം. ഒരെണ്ണത്തിന് കൈ പിടിക്ക്. കൈ പിടിച്ചാ ഈ ചേട്ടായിക്ക് പിടിച്ചടാ. ചേട്ടായുടെ കൈ പിടിച്ചടാ. ആ പിടിച്ചാ. ഞാൻ അയാളുടെ മോത്തേക്ക് നോക്കിയേ. ആ മോത്തേക്ക് ഈ അപ്പച്ചൻ്റെ കൈക്ക് പിടിക്ക്. ആ അപ്പച്ചൻ നീല ഷർട്ടിട്ട അപ്പച്ചൻ പിന്നിലുള്ള അപ്പച്ചനെ പിടിക്ക്. ആ എന്നാ ഞാൻ അച്ഛനും പാ. ആ ഓ എന്നതടത്. ഓ അച്ഛൻ പിടിച്ചിട്ടില്ലല്ലോ ഒന്ന് കർത്താവേ. ഓക്കെ, ഇനി അയാളുടെ മോത്തേക്ക് നോക്ക്. ഈ വചന അയാളുടെ മോത്തേക്ക് നോക്കി നമ്മൾ പറയാൻ പോണേ. ദൈവത്തിന്റെ വചന ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനം. കേട്ടോ, വചനം പറയുമ്പോൾ അവന്റെ ജീവിതത്തിന് ശക്തി ഉണ്ടാവും. ആ വചനം അയാളുടെ മോത്തേക്ക് നോക്ക്. അയാളുടെ മോത്തേക്ക് നോക്ക്. എൻ്റെ മോത്തേക്ക് നോക്കല്ല, അയാളുടെ മോത്തേക്ക് നോക്ക്. അയാളുടെ മോത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചേ. ചിരിച്ചേ. എൻ്റെ കർത്താവേ. ഇപ്പൊ വേണമെങ്കിൽ മാസ്ക് ഉണ്ടെങ്കിൽ വെച്ചോ. ചിലത് പല്ല് വെച്ചിട്ടില്ല. ആ ചിരിക്ക്. ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടെന്ന് പറഞ്ഞേ. 1 യോഹന്നാൻ 4:4 നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. മുഖത്ത് നോക്കി പറ. വചന പറയണേ, ദൈവത്തിന്റെ വചന പറയണേ, ഒരിക്കലും മാറാത്ത വചന പറയണേ. പറ, മുഖത്ത് നോക്കി പറ. സീരിയസ് ആയിട്ട് പറ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒന്നും കൂടി പറ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അതുകൊണ്ട് വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ദൈവം നിന്നെ നോക്കിക്കൊള്ളും. ദൈവം നിന്നെ നോക്കിക്കൊള്ളും. കൈവിട്ടോ. ഈ അനിന്യയുടെ അമ്മയും മോളാണ് ഇരിക്കണേ. സ്റ്റാൻഡപ്പ്. രണ്ടുപേര് സ്റ്റാൻഡപ്പ്. കൈ കൊടുക്കാനേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ നോക്കുമ്പോ രണ്ടുപേരെ തല രണ്ടുപേരുടെ മുട്ടിച്ചിട്ട്, ഞാൻ നോണ പറയുന്നല്ല, അവരോട് ചോദിച്ചു നോക്കിക്കോ. രണ്ടുപേരും അമ്മ അനിയനയുടെ തല മുട്ടിട്ട് ദൈവം നിന്നെ നോക്കിക്കൊള്ളും, ദൈവം നിന്നെ നോക്കിക്കൊള്ളും. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സ്വന്തം മകളോടല്ലേ അത് പറയുള്ളൂ, വേറെ ആരോട് പറയും? നല്ലൊരു കൈഡി കൊടുത്ത് രണ്ടുപേർക്കും മതി. ഇരുന്നോ. അങ്ങനെ പഠിപ്പിക്കണം. മോളെ ഇങ്ങനെ ചേർത്തിരുത്തിയിട്ട് മോളുടെ മുഖത്തേക്ക് പറഞ്ഞു കൊടുക്കണം, ദൈവം ഉണ്ടടി നിന്റെ കൂടെ, ദൈവം നിന്നെ നോക്കിക്കൊള്ളുന്നു. കേട്ടോ, ഒന്ന് വീട്ടിൽ പോയിട്ട് പറയണം മക്കളുടെ മുഖത്ത്. ഒരറ്റടി കിട്ടും, എന്നാലും പിടിച്ചിട്ട് പറഞ്ഞോ. കെട്ടിയവനിടെങ്കിൽ മുഖത്ത് പിടിച്ചിട്ട് പറഞ്ഞോ, ദൈവം നിന്നെ നോക്കിക്കൊള്ളും. നാളെ വരുമ്പോൾ മുഖം വീർത്തിരിക്കുമെങ്കിലും പറയാലോ ദൈവവചന പറഞ്ഞേന്ന്. കേട്ടോ, അപ്പം അതുകൊണ്ട് നമുക്ക് നിർത്താം. നാളെ വരുമ്പോൾ അച്ഛനൊരു സുവിശേഷ വേല നിങ്ങളെ ഏൽപ്പിക്കുക. എന്നറിയോ, നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി കൊണ്ടുവരണം. ചിലർ കൺവെൻഷൻ കൂടി നന്നായിട്ട് വീട്ടിൽ പോവും. ഭാര്യ മാത്രം വരുള്ളൂ കൺവെൻഷൻ കൂടാൻ. കുഴപ്പമെന്നറിയോ, ഭർത്താവും കൂടി ഇത് കൂടിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഭാര്യ വചനമൊക്കെ പഠിച്ചിട്ട് ചെന്നേക്കാം, ഭർത്താവ് ഒന്ന് ആടി വന്നേക്കാം, വെറുതെ അടന്നതാ. പുള്ളി ആടി വന്നിട്ട് ഡേ അപ്പോൾ പുള്ളി നിന്നിലുള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ, ഒറ്റടി കിട്ടും. ആ നേരത്തെ ഭർത്താവും കൂടി ഇത് കേട്ടാലാണ് ഇത് കുടുംബം രക്ഷപ്പെടുള്ളൂ. മക്കളും കൂടി ഇത് കേൾക്കണം. നാളെ ശനിയാഴ്ചയാ കേട്ടോ. അച്ഛൻ്റെ പള്ളിയിലെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അച്ഛനോട് വന്നേക്കാം. നാളെ വെള്ളിയാഴ്ചയാണോ? നാളെ വെള്ളിയാഴ്ച, സോറി. അതൊക്കെ അറിയാം. അപ്പം നാളെ വെള്ളിയാഴ്ച കുഴപ്പമില്ല, വിളിച്ചിട്ട് വാ. എപ്പോൾ വന്നാലും അച്ഛന് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ 8 മണിക്കാണ് വരാൻ പറ്റുക, മതി. 1 മണിക്കൂർ വചനം കേൾക്കാമല്ലോ. 8:30 വരാൻ പറ്റിയ മതി. കെട്ടിയവനാണെങ്കിലും ക്ഷീണമുണ്ടെങ്കിലും വരാൻ പറ. നമുക്ക് ഒരുമിച്ചിരുന്ന് തമ്പുരാൻ്റെ വചനം കേൾക്കാം. കേട്ടോ, ഒരു സുവിശേഷ വേല അച്ഛനെ ഏൽപ്പിച്ചേക്കാം. നിങ്ങൾ ചെയ്യോ? നിങ്ങളടത് ചെയ്യോ? ചെയ്യാന്നെങ്കിലും പറ. മതി. നാളെ വരുമ്പോൾ പറ്റാവുന്നിടത്തോടൊക്കെ പറ. ഒരു ബോധമില്ലാത്തത് വന്നിട്ടുണ്ട്, വാ വചനം കേൾക്കാൻ വാ, വിളിച്ചിട്ട് വാ. കേട്ടോ, അതൊരു സുവിശേഷ വേല. ചിലപ്പോൾ നീ വിളിച്ചോണ്ട് വന്നവൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി. നിനക്ക് കൃപ കിട്ടും. നീ വിളിച്ചോണ്ട് വന്നവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായാൽ നിനക്ക് കൃപ കിട്ടും. അതുകൊണ്ട് ഞാൻ പറയണേ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം. നമ്മുടെ അച്ഛൻ ആശീർവദിക്കും. കേട്ടോ നിങ്ങളെ, നമുക്കൊരു നിമിഷം തല കുമ്പിട്ട് നമ്മൾ ഇന്ന് കേട്ട വചനങ്ങൾ ഒന്ന് ഓർക്കാം.
കാരുണ്യവാനായ ദൈവമേ, ഈ സമൂഹത്തെ മുഴുവൻ ഞാൻ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. ദൈവമേ, ഞങ്ങളെല്ലാവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോനാഥ, പ്രത്യേകമായിട്ട് ഇന്ന് ഈ സഭയിൽ വചനം കേൾക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ പ്രതി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഒത്തിരി ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഈശോപ്പ, പലവിധ വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഈശോപ്പ, കുടുംബത്തിലെ കടബാധ്യതകളുള്ളവരുണ്ട്, സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പലവിധ രോഗങ്ങളാൽ, ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങളാൽ വേദനിക്കപ്പെടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, ജീവിതത്തിൻ്റെ പലവിധത്തിലുള്ള തടസ്സങ്ങളെ ഓർത്ത്, വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളുടെ തടസ്സങ്ങളെ ഓർത്ത്, വിസയുടെ തടസ്സങ്ങളെ ഓർത്ത് വേദനിക്കപ്പെടുന്ന മക്കളുണ്ട്, യുവാക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, വിദൂരങ്ങളിലായിരിക്കുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്ന മക്കളുണ്ട്. ഈശോപ്പ, എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോപ്പ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലെ വേദനകളിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കാൻ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ അങ്ങ് ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോകുവാൻ, ആരെല്ലാം ഞങ്ങളെ ഉപേക്ഷിച്ചാലും ആരെല്ലാം ഞങ്ങളെ മറന്നാലും അങ്ങ് ഞങ്ങളെ മറക്കില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടെ ജീവിക്കുവാൻ, എൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ ഈശോപ്പ നീ ഞങ്ങളെ സഹായിക്കണമേ. ശിഷ്യന്മാർ ഒരിക്കലും അങ്ങയോട് ആവശ്യപ്പെട്ടില്ലേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണേന്ന്. ഈശോപ്പ, ഞങ്ങളും പ്രാർത്ഥിക്കാൻ നിങ്ങളെ പഠിപ്പിക്കണേന്ന് നിങ്ങൾ ആവശ്യപ്പെടുക. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കുന്നു ഈശോപ്പ. പ്രത്യേകമായിട്ട് നീ വചനം കേട്ട ഓരോ മക്കളെയും ഞാൻ നിന്റെ മുമ്പിലേക്ക് തരുന്നു. അവരുടെ യാചനകൾ സമർപ്പിക്കുന്നു, വേദനകൾ സമർപ്പിക്കുന്നു, ബുദ്ധിമുട്ടുകൾ സമർപ്പിക്കുന്നു, സങ്കടങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വേദനകൾ സ്വീകരിച്ച്, ഞങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും വിശദീകരിക്കണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട ഓരോ അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എൻ്റെ യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.